വെൽക്കം ടു ഹംലൂസ് കിച്ചൺ. ഹംലൂസ് കിച്ചൺ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യുക. അപ്പോൾ പുതിയതായിട്ട് വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഫ്രൂട്ട് സലാഡിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് വളരെ ഈസിയാണ് തയ്യാറാക്കാൻ, അതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഫ്രൂട്ട് സലാഡാണ്. ഇതിൽ കസ്റ്റാർഡ് പൗഡറൊന്നും ചേർക്കുന്നില്ല, പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം. ഇത് ഞാൻ പാലിലാണ് ചെയ്യുന്നത്, അപ്പോൾ തേങ്ങാപ്പാൽ വേണമെങ്കിലും ഉപയോഗിക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആപ്പിൾ, ഗ്രേപ്സ്, വാട്ടർമെലൺ, സ്ട്രോബെറി, മാതളം, പിന്നെ കുറച്ച് നട്ട്സും എടുത്തിട്ടുണ്ട്. സബ്ജ സീഡ് ഒന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ട്, ഒരു 10 മിനിറ്റ് കുതിർത്തെടുത്തതാണ്. ഇതിന് പകരം ചിയ സീഡ് വേണമെങ്കിലും ഉപയോഗിക്കാം. പിന്നെ 1 കപ്പ് പാലും എടുത്തിട്ടുണ്ട്. പാല് തിളപ്പിച്ചിട്ട് ഒന്ന് തണുപ്പിച്ചിട്ട് എടുത്താൽ മതി. തണുത്ത പാല് തന്നെ എടുത്തിട്ടുണ്ട്, അപ്പോഴായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത്. ഈ പാലിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് ചേർക്കാം മധുരത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പഞ്ചസാര ഉപയോഗിക്കാം. ഞാനിപ്പോൾ കൂടുതൽ മധുരം ചേർക്കുന്നില്ല. സെർവ് ചെയ്യുന്ന ബൗളിലേക്ക് സബ്ജ സീഡ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 സ്പൂൺ തേനാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ സൈഡിലൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. മധുരമൊക്കെ അവരവരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇതിലേക്ക് ലാസ്റ്റ് കുറച്ച് വിപ്പിംഗ് ക്രീം ഒന്ന് പൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, അപ്പോൾ അതിനും നല്ല മധുരമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ മധുരം ചേർക്കാത്തത്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് പാലും സബ്ജ സീഡും കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം. കുറച്ചൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സൊക്കെ എടുക്കാം. മാങ്ങ അല്ലെങ്കിൽ പപ്പായ, അങ്ങനെ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് വീണ്ടും കുറച്ച് പാലും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ കുറച്ച് വിപ്പ്ഡ് ക്രീം ഒന്ന് പൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു സ്ട്രോബെറിയുടെ പീസ് വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ ഇത് ഹെൽത്തി ആയിട്ടുള്ളൊരു ഫ്രൂട്ട് സലാഡാണ്. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ ഹംലൂസ് കിച്ചൺ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്